എറണാകുളം നെട്ടൂരിൽ സ്റ്റേഷനിൽ നിന്ന് ചാടിപ്പോയ പ്രതിക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. ബാത്റൂമിലെ ഗ്രിൽ പൊളിച്ചാണ് പ്രതി രക്ഷപ്പെട്ടത്. ഊട്ടി ഭാഗത്ത് നിന്ന് കാർ കടത്തിക്കൊണ്ടുവരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ സഞ്ചരിച്ച കാർ പോലീസ് നേരത്തെ പിടികൂടിയത്. നിതിൻ സേവർ ഇവരുമായി ചേരുന്നു. നിതിൻ, ഇവർക്കെതിരായ കേസ് എന്താണ്? ഇവർ ഏത് നാട്ടുകാരാണ്? രാവിലെയാണ് ഇത്തരത്തിൽ പോലീസിന് ഒരു രഹസ്യ വിവരം ലഭിക്കുന്നത്. ഊട്ടിയിൽ നിന്നും ഒരു ആഡംബര കാറ് കണ്ടെയ്നർ ലോറിയിൽ കടത്തിക്കൊണ്ടുവരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നെട്ടൂരിൽ വെച്ച് രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള ഈ കണ്ടെയ്നർ ലോറി പോലീസ് പിടികൂടുന്നത്. ഇതിൽ നിന്ന് 3 പേരെ കസ്റ്റഡിയിലെടുത്ത് ഈ കസ്റ്റഡിയിലെടുത്തവരെ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. ഈ കണ്ടെയ്നർ ലോറിയും സ്റ്റേഷനിലെത്തിച്ചു. അതിനുശേഷം ഈ കണ്ടെയ്നർ ലോറി പരിശോധിച്ചപ്പോൾ കാറ് കണ്ടെയ്നർ ലോറിക്കകത്ത് കണ്ടെത്താനായില്ല. പകരം AC-യും AC-യുടെ അനുബന്ധ ഉപകരണങ്ങളും ഒപ്പം തന്നെ തുടർ പരിശോധനയിൽ ഒരു ഗ്യാസ് കട്ടറുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ഒരു കവർച്ചാ സംഘമാണ്, അന്യസംസ്ഥാന കവർച്ചാ സംഘമാണ് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇവർ കൊണ്ടുവന്ന കാറ് ഇവർ വഴിയിൽ എവിടെയോ ഇറക്കിയെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതിനുശേഷം ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിനിടയിലാണ് ഒരു പ്രതി, രാജസ്ഥാൻ സ്വദേശിയിലാണ് 3 പേരുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഇതിൽ ഒരു പ്രതി പോലീസിനോട് തനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അതിനുശേഷം ഇയാൾ ഈ ബാത്റൂമിനകത്ത് നിന്ന് പുറകിലത്തെ ഗ്രില്ല് ഇളക്കി അതുവഴി ഇറങ്ങി ഓടുകയായിരുന്നു. ഈ ഒരാൾ ബാത്റൂമിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഒരാൾ ഇപ്പോൾ നിലവിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് നടത്തുന്നുണ്ട്. ഈ സ്റ്റേഷന് സമീപത്ത് എവിടെയെങ്കിലും തന്നെ ഇയാൾക്ക് ഭാഷ അറിയാത്തതും അല്ലെങ്കിൽ വഴി അറിയാത്തതുമായ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ദൂരത്തേക്ക് കടന്നു കളയാൻ സാധ്യതയില്ല എന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. ഏതായാലും ഇയാൾക്ക് വേണ്ടിയുള്ള പരിശോധന ഈ മേഖലയിൽ, ഈ പോലീസ് സ്റ്റേഷന്റെ ചുറ്റുപാടുമുള്ള മേഖലയിൽ ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. ഈ ദേശീയപാതയോട് ചേർന്നുള്ള പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ മറ്റു വാഹനങ്ങളിലും മറ്റും കയറിപ്പോകാനുള്ള ഒരു സാധ്യതയും പോലീസ് ഏതായാലും പരിശോധിക്കുന്നുണ്ട്. ഇയാൾക്ക് വേണ്ടിയുള്ള വലിയ തിരച്ചിൽ തന്നെ പോലീസ് നടത്തുന്നുണ്ട്. ഏതായാലും രാവിലെയാണ് ഇത്തരത്തിൽ രഹസ്യ വിവരത്തെ തുടർന്ന് ഈ കണ്ടെയ്നർ പിടിച്ചെടുക്കുന്നത്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കണ്ടെയ്നർ തുറന്ന് വിശദമായി തന്നെ പരിശോധന നടത്തും. അകത്ത് മറ്റ് പല സാധനങ്ങളും ഉണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ അല്പസമയത്തിനുള്ളിൽ സ്റ്റേഷനിലേക്ക് എത്തും. അതിനുശേഷം കണ്ടെയ്നർ വീണ്ടും തുറന്ന് പരിശോധിക്കും. അതിനുശേഷം പ്രതികളെയും കൃത്യമായി ചോദ്യം ചെയ്യും. ഈ വാഹനം ഊട്ടിയിൽ നിന്നും വാഹനം കടത്തിക്കൊണ്ട് വരുന്നു എന്നാണ് പോലീസിന് പ്രാഥമിക വിവരം, രഹസ്യ വിവരം ലഭിക്കുന്നത്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ പോലീസ് പരിശോധന നടത്തിയത്. നിതിൻ, ഇത് മോഷ്ടിച്ചു കൊണ്ടുവന്ന തന്നെയാണ് എന്ന വിവരം കൺഫേംഡ് ആണോ? അതല്ല ഈ വിവരത്തിന്റെ ഒരു ആധികാരികത എന്താണ്? പോലീസിന് ലഭിച്ചത് ഊട്ടിയിൽ നിന്നും ഒരു സംഘം ആളുകൾ കണ്ടെയ്നർ ലോറിയിൽ ആഡംബര കാർ കടത്തിക്കൊണ്ടുവരുന്നു എന്നാണ്. മോഷ്ടിച്ചു കൊണ്ടുവരികയെന്നല്ല, കടത്തിക്കൊണ്ടുവരുന്നു എന്നൊരു വിവരമാണ് പോലീസിന് ലഭിച്ചത്. ഇത് പക്ഷേ പോലീസിന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത് അന്യസംസ്ഥാന കവർച്ചാ സംഘമാണ് എന്നാണ് പറയുന്നത്. ഇവർ കാറ് ഊട്ടിയിൽ നിന്നോ മറ്റോ മോഷ്ടിച്ചു കൊണ്ടുവരികയായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും അത്തരമൊരു വാർത്തയെ തുടർന്നാണ് പോലീസ് ഈ കണ്ടെയ്നർ പരിശോധന നടത്തുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു കാറ് ഈ കണ്ടെയ്നർ ലോറിക്കകത്ത് കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. പകരം ചില ഗ്യാസ് കട്ടറുകളും ഒപ്പം തന്നെ ചില വൈദ്യുതി ഉപകരണങ്ങൾ, AC അടക്കമുള്ള ചില ഉപകരണങ്ങളും ഒപ്പം അതിന്റെ മറ്റു ചില അനുബന്ധ ഉപകരണങ്ങളുമാണ് ഇതിനോടൊപ്പം തന്നെ കിട്ടിയിരിക്കുന്നത്. ഏതായാലും എന്റെ ഒരു സംശയം, ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? കേസെടുത്തില്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തവരെ പ്രതി എന്ന് പറയാൻ പറ്റുമോ? നിലവിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. നിലവിൽ പോലീസ് ഈ പ്രതികൾ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. ഇവർക്കെതിരെ നിലവിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. കേസിന്റെ വിവരങ്ങളും മറ്റും അല്പസമയത്തിനുള്ളിൽ ഉന്നത ഉദ്യോഗസ്ഥർ വന്ന ശേഷം പറയാമെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഉന്നത ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് വരും. ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികളെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾക്കായുള്ള വലിയ തോതിലുള്ള പരിശോധനയും പോലീസ് നടത്തുന്നുണ്ട്. ശരി, നിതിൻ സേവറാണ് വിവരങ്ങൾ നൽകി.